ഹലോ, വെൽക്കം ടു എൻ ബി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് പാർട്ട് 3 ആണ് ചെയ്യുന്നത്. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഈ മൊബൈൽ ഡീറ്റോക്സിങ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ എടുക്കാനുള്ള മടി കൊണ്ട് പിന്നെ ഒരു ഡേ 6 തൊട്ട് 10 വരെ ഒരു വീഡിയോ ചെയ്തു. ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡേ 11 തൊട്ട് ഡേ 15 വരെയുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 മണിക്കൂർ ഫോണ് തൊടാതെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുമോ? എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ചലഞ്ച്. 3 മണിക്കൂർ നിങ്ങൾ ഫോണ് ഇന്ന് എടുക്കരുത്. ആ 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ സെൽഫ് കെയർ വീഡിയോ ചെയ്യുന്നുണ്ട്, ആ 3 മണിക്കൂർ വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരോടൊപ്പം സംസാരിക്കാം, ഒരു പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം, ഫോൺ നോക്കാതുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാം, കുക്കിംഗ്, ഡ്രോയിങ്, പുസ്തകം വായിക്കാം, എന്ത് വേണമെങ്കിലും ഫാമിലിയോടൊപ്പം ഇരുന്ന് സന്തോഷിക്കാം, ആഘോഷിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ 3 മണിക്കൂർ നമ്മൾ ഫോണ് നോക്കരുത്. അതാണ് ഡേ 11ൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. 11ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് 3 മണിക്കൂർ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ചേക്കാം 3 മണിക്കൂറത്തേക്ക്. ആ 3 മണിക്കൂർ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു സ്കില്ല് പഠിക്കുകയോ, ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ കുക്കിംഗ്, ഡ്രോയിങ്, മ്യൂസിക്, എന്ത് തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോവുക, ഒരു സുഹൃത്തിനെ കണ്ട് വർത്താനം പറയുക, എന്ത് കാര്യമായാലും 3 മണിക്കൂറത്തേക്ക് നിങ്ങളിന്ന് ഫോൺ ഉപയോഗിക്കരുത്. അതായിരിക്കും ഡേ 11ലെ ചലഞ്ച് എന്ന് പറയുന്നത്. എനിക്കറിയാം എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ നേരത്തെ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ടാണ്. ലാപ്ടോപ്പോ ഒന്നുമില്ല, സാധാ ഒരു മൊബൈലാണ്, ആൻഡ്രോയിഡ് വേർഷൻ. അപ്പോൾ എനിക്ക് അധികം കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ക്ലിയർ അല്ലാത്തത്. ഇനി 12ാമത്തെ ദിവസം ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ പറയാനുള്ളൊരു കാര്യം തന്നെയാണ്, ജേർണൽ ചെയ്യുക. ജേർണൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുൻപോട്ട് പോകാൻ സാധിക്കൂ. അത് എൻ്റെ ഒരു അസംഷൻ അതാണ് കേട്ടോ. കാരണം 99% ആളുകളും സക്സസ്സിലെത്തിയതിൻ്റെ കാര്യം മനസ്സിലുള്ളത് പേപ്പറിലേക്ക് പകർത്തി എഴുതിയാണ്. ചുമ്മാ നമ്മൾ അസ്യൂം ചെയ്തിട്ട് കാര്യമില്ല ഒരിക്കലും. ചുമ്മാ നമ്മൾ അസ്യൂം ചെയ്താൽ അത് എവിടെയെങ്കിലും പോകത്തേ ഉള്ളൂ, മാഞ്ഞ്. അല്ലാതെ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, 1% ആളുകളായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ 99% ആളുകളും ജേർണലിങ് ചെയ്ത് തന്നെയാണ് നമുക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ പേപ്പറിലേക്ക് പകർത്തി ജേർണൽ ചെയ്യുക. എന്ത് തന്നെ ആയിക്കോട്ടെ, കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ജേർണൽ ചെയ്ത് എഴുതി പോകുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, അതിനുള്ള സ്റ്റെപ്സ്, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുമ്പോഴേ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജേർണൽ ചെയ്യുക, മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ജേർണലിങ് ചെയ്യുക എന്നുള്ളത്. 13ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു സ്കില്ല് പഠിക്കുക. എല്ലാ ദിവസവും ആ സ്കില്ല് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് ഒരു മാസം 30 മിനിറ്റ് പഠിക്കാം, പിന്നീട് അടുത്ത എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാം, എന്ത് ആയിക്കോട്ടെ. 30 മിനിറ്റ് നമ്മളൊരു സ്കില്ല് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം ആയിക്കോട്ടെ, അത് സയൻസോ, പഠിക്കുന്ന കാര്യമോ, മ്യൂസിക്കോ, കുക്കിങ്ങോ, ഡ്രോയിങ്ങോ, എന്ത് കാര്യമാണെങ്കിലും കൊള്ളാം. നമുക്ക് അത് ഒരു സ്കില്ല് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ല, നമുക്ക് സോഷ്യൽ മീഡിയാസ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ അത് നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ വലിയ വലിയ ആളുകൾ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അറിവുള്ള എത്രയോ ആളുകൾ നമുക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഫോൺ എടുക്കുമ്പം തന്നെ നിങ്ങളുടെ എത്ര സമയമാണ് ശരിക്കും വേസ്റ്റ് ആകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നോക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുക്കുമായിരിക്കും. പക്ഷെ സ്ക്രോൾ ചെയ്തും സ്വൈപ്പ് ചെയ്തും നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഡേ 14 എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ റീൽസും ഷോർട്സും സ്ക്രോൾ ചെയ്ത് പോകരുത്. ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഞാൻ ഫോൺ എടുത്തത്? ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രം ഫോൺ ഉപയോഗിച്ചതിന് ശേഷം അത് തിരികെ വെക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അറിയാനോ വേണ്ടി മാത്രം നിങ്ങൾ ഫോൺ എടുക്കുക.
ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റീൽസ് സ്ക്രോൾ ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകരുതിരിക്കുക. അതാണ് ചെയ്യാനുള്ളത്. എന്തിനു വേണ്ടിയാണോ ഫോൺ എടുത്തത് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇന്നത്തെ ദിവസത്തെ ചലഞ്ച് ഇച്ചിരി ടഫാണ്. ഡേ 15 എന്ന് പറയുന്നത് നിങ്ങൾ 30 മിനിറ്റ് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ. അത് ഇച്ചിരി ടഫാണെന്നറിയാം. എന്നാൽ പോലും അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് പേർക്കും അത് പറ്റുകയില്ല. പെട്ടെന്നൊരു ദിവസം നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും മാക്സിമം നിങ്ങൾ 30 മിനിറ്റ് മാത്രമേ നോക്കാവൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറൊക്കെ നോക്കാവൂ. 30 മിനിറ്റ് ആക്കിയാൽ അത്രയും നല്ലത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് നിങ്ങൾ ആദ്യം സ്വയം വിശ്വസിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ് ചലഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ നിങ്ങളെയല്ല കൺട്രോൾ ചെയ്യേണ്ടത്, നിങ്ങളാണ് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഇതിന് സാധിക്കും. നിങ്ങളെ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നത് തന്നെ നമ്മളുടെ ഉള്ളിലെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചലഞ്ചസ് ഓരോന്നും ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളുടെ ഒരുപാട് സമയമാണ് ഈ സോഷ്യൽ മീഡിയാസ് ശരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനുവേണ്ടി സമയം മെനക്കെടുത്തുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടൈം ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അത് ഒരു 100% ഒരു സത്യമുള്ള കാര്യമാണ്. എന്ത് കാര്യമായിക്കോട്ടെ നമുക്കത് ഉപയോഗിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായി മറ്റുള്ളവരുടെ റീൽസ് കണ്ടും വേണം, എൻ്റർടൈൻമെൻറ്റ് വേണം. പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് മാത്രം നിങ്ങൾ ടൈം ഡെയിലി കൊടുക്കുക. ബാക്കിയുള്ള ടൈം നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുക. എൻ്റർടൈൻമെൻറ്റ് വേണം. എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറയത്തുള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെ ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ സമയവും പണവും വേസ്റ്റ് ആകുന്നതല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് ആകും. അപ്പോൾ ഡേ 16 തൊട്ട് ഡേ 20 വരെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണം. പിന്നെ മോട്ടിവേഷണൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.